എന്തോ പാട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ആ അതെ. ആ വരൂ വരൂ. എന്റെ നാട്ടിലത്തെ നിങ്ങളെല്ലാവരും പ്രശംസിച്ചോ? നിനക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ അറിയോ? പിന്നെ അല്ലേ, നേരത്തെ ഞങ്ങൾക്ക് വേറെ സോങ് പോലെയാണല്ലോ തോന്നിയേ. ഈ സോങ് കേട്ടിട്ടല്ലേ ഞാൻ പെർഫോം ചെയ്യുന്നത്? സത്യമാണോ? അപ്പോ നിങ്ങൾ വരുന്നതിന് മുൻപ് ഏതോ ഡപ്പാങ്കൂത്ത് കേട്ട് ഡാൻസ് ചെയ്തിട്ട് എന്നിട്ട് നിങ്ങൾ വന്നപ്പോ ക്ലാസിക്കലിലേക്ക് ഷിഫ്റ്റ് ചെയ്തതായിട്ടാണോ തോന്നിയത്? നിഹാരിക കള്ളം പറയില്ല. അത്തരം ഡ്രാമയൊന്നും ഞാൻ കളിക്കില്ല. അതിന്റെ ആവശ്യവും എനിക്കില്ല. ഞങ്ങൾ ഇത്രയൊന്ന് ചോദിച്ചപ്പോ നീ എന്തിനാ റബ്ബർ ബാൻഡ് വലിക്കുന്ന പോലെ അധികം സംസാരിക്കുന്നേ? ക്ലാരിറ്റി ഉണ്ടാവുന്നത് നല്ല കാര്യമല്ലേ? അല്ല, നിങ്ങൾക്കിതില് പ്രാവീണ്യം വല്ലതും ഉണ്ടോ? ഞങ്ങൾക്ക് ഭരതനാട്യം ഒന്നും അറിയില്ല. ഭരതനാട്യം അല്ലെന്നേ, ഭരതനാട്യം. അതന്നെ. നിങ്ങൾക്ക് ഭരതനാട്യം എന്ന് വെച്ചാ എന്താണെന്ന് അറിയാമോ? ഭാര്യ ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്നതിനാണ് ഭരതനാട്യം എന്ന് പറയാ. അപ്പോ കുച്ചിപ്പുടി എന്ന് വെച്ചാലോ? കുച്ചിപ്പുടിയിലെ ആൾക്കാർ കളിക്കുന്ന ഡാൻസിനെയാ കുച്ചിപ്പുടി എന്ന് പറയുന്നത്. വാവ്, നിങ്ങൾക്ക് അപാരമായ ജ്ഞാനം ഉണ്ടല്ലോ. അതുകൊണ്ടാ എന്റെ ലൈഫ് ഇങ്ങനെ കുളമായത്. ഭരതനാട്യത്തെ കുറിച്ചും കുച്ചിപ്പുടിയെ കുറിച്ചും നിങ്ങൾ പറഞ്ഞത് തെറ്റാ ചേച്ചി. അത് രണ്ടും ഒരു കലാരൂപമാ, നമ്മുടെ സമ്പത്താണ്. വേദവതി അമ്മയെ പോലെ ഒരാളുടെ കുടുംബത്തിലെ അംഗങ്ങളായ നിങ്ങൾക്ക് നാട്യം അറിയില്ല എന്ന് പറയുന്നത് ആശ്ചര്യം. വീട്ടിലെ സമ്പ്രദായങ്ങളും ആചാരങ്ങൾക്കുമൊപ്പം ഇതുകൂടെ അറിയാമെങ്കിൽ ഈ വീടിന് എത്ര നല്ല പേരുണ്ടാകുമായിരുന്നെന്ന് അറിയാമോ? നമുക്കെല്ലാവർക്കും ചേർന്ന് കുടുംബത്തിന്റെ മഹിമ നിലനിർത്താം. ഉറപ്പായിട്ട് നമുക്കതൊക്കെ ഉണ്ടാക്കാം. ഞങ്ങൾക്കത് താല്പര്യമില്ല. എന്റെ ഭാവി മരുമകൾക്ക് നാട്യകലകളെ കുറിച്ച് ഇത്രയേറെ അറിവുണ്ടെന്ന് പറയുമ്പോ ഒരുപാട് സന്തോഷം തോന്നുന്നു. എനിക്ക് ഒരുപാട് ഡാൻസ് ഫോംസ് ഒക്കെ അറിയാം അമ്മ. ഐ മീൻ നാട്യങ്ങള്. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാലോ. നിഹാരികയെ കണ്ട് നിങ്ങൾ പഠിക്കാൻ നോക്ക്. വീട്ടിലെല്ലാവർക്കും എതിരായി നിന്ന മാത്രം പോരാ. ഇത്തരം കലകളിലും കുറച്ചൊക്കെ അഭിരുചി ഉണ്ടാവണം. കുട്ടിക്കാലം തൊട്ടേ എങ്കിൽ ചേച്ചിയെ പഠിപ്പിച്ചുകൂടായിരുന്നോ? പറ്റിയില്ല. നിങ്ങൾ ഇപ്പൊ പഠിച്ചോളൂ. എന്റെ മരുമകൾക്ക് മാത്രമല്ല, എന്റെ മകൾക്കും പേരക്കുട്ടിക്കും ഇതൊക്കെ അറിയണം. നാളെ തൊട്ട് മോൾ ഇവരെ ഒന്ന് ഭരതനാട്യം പഠിപ്പിക്കാൻ നോക്ക്. തീർച്ചയായിട്ടും അമ്മേ. ഇനി ഈ പ്രായത്തിൽ ഇതൊക്കെ വേണോ അമ്മേ? ഇതെന്റെ ആജ്ഞയാണ്. എനിക്ക് ശേഷം ഈ വീട്ടില് നിന്നെ പോലെ നല്ലത് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. നാളെ തൊട്ട് ഭരതനാട്യം പഠിക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഇരുന്നോളൂ. ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേ? നടക്കും. ഇപ്പഴാ എനിക്ക് സമാധാനമായ.
അച്ഛനോടും അമ്മയോടും കല്യാണക്കാര്യം പറഞ്ഞായിരുന്നോ? അത് ചേച്ചി പറഞ്ഞിരുന്നു ചേച്ചി. പടിക്ക് തന്നെ നിന്നതെന്തേ? അകത്തേക്ക് കയറി വാ. വലതുകാല് വെച്ച് കയറ്. എന്തോ തെറ്റ് ചെയ്യുന്ന പോലെ, ക്ഷമിക്കാൻ കഴിയാത്ത ചതി ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടേട്ടാ. തെറ്റൊക്കെ ഞാൻ തന്നെയല്ലേ ചെയ്യുന്നത്. ഈ നിമിഷം തൊട്ട് ഞാൻ തന്നെ അത് തിരുത്താനും ശ്രമിക്കാം. നാളെ എല്ലാവരും അടുത്ത ഗ്രാമത്തിലുള്ള ശിവക്ഷേത്രത്തിലേക്ക് പോവാൻ നിൽക്കുക. അവിടെ വെച്ച് നമ്മുടെ കല്യാണക്കാര്യം ഞാൻ പറയും. എന്റെ അനീതിയുടെ ജീവിതം വെച്ച് നീ എന്താ ചെയ്യാൻ പോകുന്നെന്ന് പറയ് ശ്രീകർ. രണ്ടാളും ചേർന്ന് എന്നെ ഇങ്ങനെ പറ്റിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതേയില്ല. ഇനി എന്റെ അനീതിയുടെ ഭാവി എന്താ? വീട്ടിലേക്ക് കൊണ്ടുപോവോ അതോ ഗംഗയിൽ കൊണ്ടുപോയി ഒഴുക്കോ? അവസ്ഥകൾ അങ്ങനെ ആയതുകൊണ്ടും സത്യങ്ങളൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ടും നിശ്ചയങ്ങൾ വരെ കാര്യങ്ങൾ പോയതും അതെന്റെ തെറ്റ് തന്നെയാണ് എന്ന് കരുതി അവനെ ഞാൻ എങ്ങനെ വേണ്ടെന്ന് വെക്കുക ചേച്ചി? എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരാള് നാളെ കല്യാണവും കഴിച്ച് അവസ്ഥ അങ്ങനെയാണെന്നായിരിക്കും പറയാൻ പോകുന്നേ. അപ്പൊ ഇവൾ എന്ത് ചെയ്യണം? അയ്യോ, അങ്ങനെയൊന്നും പറയില്ല ചേച്ചി. താലി അഴിച്ചു കളഞ്ഞ് നിന്നെ ജീവിതകാലം മുഴുവൻ ഭർത്താവായി കണ്ട് ജീവിക്കാൻ തയ്യാറാകണം. താലി ഇല്ലാതെ വന്ന നിനക്കത് പ്രശ്നമാവെന്ന് കരുതിയപ്പോ ഓരോ നിമിഷം അവളത് സൂക്ഷിച്ചു വെക്കുക. നിന്നോടുള്ള വിശ്വാസത്തിന് എന്ത് ന്യായം നീ ചെയ്യാൻ പോകുന്നേ? നിഹാരികയ്ക്ക് അധികം എന്റെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. അപ്പൊ തന്നെ അവനെ കൊണ്ടുപോയി കല്യാണക്കാരി ഞാൻ പറഞ്ഞോളാം ചേച്ചി. സമ്മതിച്ചില്ലെങ്കിൽ അവനിയുടെ അവസ്ഥ എന്താവും? ജാതകം എന്നത് നിങ്ങളുടെ വീടുമായി സംബന്ധിച്ച പ്രശ്നോ? അതുമായിട്ട് അവനിക്ക് എന്താ ബന്ധം? നീ ആ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അവള് താലി കെട്ടാൻ സമ്മതിക്കില്ലായിരുന്നു. ജാതകത്തിന്റെ പേരും പറഞ്ഞ് ഒരിക്കൽ അവർ എന്നോട് അന്യായം കാണിച്ചു. ഇപ്പൊ എന്റെ അനിയത്തിയോടും അന്യായം കാണിക്കാൻ പോകുന്നു. എന്താ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുന്നത്? ഞങ്ങൾ ആരാണെന്നറിയോ? നിന്റെ അച്ഛന്റെ പെങ്ങള് സുഭദ്രയുടെ മക്കളാ. അതായത് ഞങ്ങൾ നിന്റെ അമ്മായിയുടെ മക്കളാ. നിന്റെ ചേടത്തി എന്നെ കാണുന്ന ഓരോ തവണയും എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. ഇതിന്റെ പുറകിൽ എന്തൊക്കെയോ കഥയുണ്ടെന്നൊക്കെ പറയാറില്ലേ? ആ കഥ നമുക്കിടയിലുള്ള രക്തബന്ധത്തെ കുറിച്ചാ. ഈ വിഷയം ഇത്രയും കാലം എന്നോട് എന്താ പറയാതിരുന്നത്? താനും പറഞ്ഞില്ലല്ലോ. ഞാനും അത് ഇന്നാ ചേട്ടാ അറിഞ്ഞത്. നിന്റെ അച്ഛനും അമ്മയും കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെയും അമ്മയെ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് നിന്റെ അച്ഛനോടും അമ്മയോടും എനിക്ക് വെറുപ്പാ. ജാതകം ചേരുന്ന പെൺകുട്ടിയെ നിങ്ങൾക്ക് ലഭിക്കില്ല, നിങ്ങളുടെ മകന്റെ കല്യാണം നടക്കില്ല എന്ന് ഞാൻ അവരെ ശപിക്കുമായിരുന്നു. അവസാനം എന്റെ അനിയത്തി ആ വീട്ടിലെ മരുമകളാകുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതേയില്ല. ചേച്ചി സത്യമൊക്കെ മനസ്സിലാക്കിയതിന്റെ പേടിയായിരുന്നു ഒരു ഭാഗത്ത്. പക്ഷെ നിങ്ങള് എന്റെ ബന്ധുക്കളാണെന്നുള്ള സത്യം മറ്റൊരു വശത്ത്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ആവിനെ നിന്റെ ഭാര്യയാക്കി പരിചയപ്പെടുത്ത്. ഇല്ലെങ്കിൽ ഈ കാര്യത്തിൽ എനിക്ക് ഇടപെടേണ്ട അവസ്ഥ വരും. എനിക്ക് ചെറുത് വലുത് ധനികൻ ദരിദ്രൻ എന്ന വ്യത്യാസമോ പേടിയോ ഒന്നുമില്ല. എന്റെ അനീതിക്ക് എന്തെങ്കിലും അനീതി സംഭവിച്ചാ ഞാനത് നോക്കി നിൽക്കില്ല. ഇത്രയും കാലം പേടി കൊണ്ടോ ഒന്നും പറയാതിരുന്നത്. ഇനി അങ്ങനെയല്ല, എല്ലാ സത്യവും ഞാൻ പറഞ്ഞോളാം. അച്ഛനെയും അമ്മേനെയും കൂട്ടി വന്ന് അവനെ അഭിമാനത്തോടെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഇനി എന്തിനാ വൈകിപ്പിക്കുന്നേ? ചെല്ല്. പോകാൻ. ഏട്ടാ നിക്ക്. ഇത്രയും വൈകിപ്പിച്ചതൊന്നും പോരെ? എന്തിനാ തടയുന്നത്? സത്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം എന്റെ കുടുംബത്തിന്റെ മേൽ
എനിക്കുള്ള ബാധ്യത ഇരട്ടിയായിട്ടുണ്ട്. അച്ഛനും അമ്മയും കൂടെയില്ലാത്ത നമുക്ക് രണ്ടാൾക്കും ഇനി അവരെയും കൂടി നഷ്ടപ്പെടുത്താൻ വയ്യ. ശ്രീകരേട്ടൻ പോയി അവരോട് ഇത് പറഞ്ഞു കഴിഞ്ഞാ സംഭവിക്കാൻ പോകുന്നത് ഇതാ. പിന്നെ എന്ത് ചെയ്യണമെന്നാ? ഇപ്പൊ ഞാൻ ജാതകം ചേരാത്തൊരു പെൺകുട്ടിയെ ആ വീട്ടിലെ കാല് വെച്ച എന്നെ അവരൊരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല. എല്ലാം നല്ലതുപോലെ നടന്ന് ഞാനാണ് ശ്രീകരേട്ടന്റെ ഭാര്യ എന്നറിയുന്നത് വരെ ഈ സത്യങ്ങള് നമുക്കിടയിൽ നിൽക്കട്ടെ. ഇനിയും കുറച്ചു കാലം രഹസ്യമായിട്ടിരിക്കട്ടെ. നീ ഇനി ഇത്രയ്ക്ക് നല്ല കുട്ടിയായി കഴിഞ്ഞ കൈപ്പിടിയിലുള്ള നിന്റെ ജീവിതം നീ തന്നെ നശിപ്പിക്കുന്നത് പോലെയാവും. ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം തന്റെ അടുത്ത് തന്നെ ആവനി. താൻ പറയുന്ന പോലെ ഞാൻ ചെയ്യൂ. ഞാൻ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിന്ന് ഈ പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടെത്തിക്കൊള്ളാം. പിടിച്ചു പുറത്താക്കിയതല്ലേ, പിന്നെ എങ്ങനെ പോവും? കൂടാതെ അവിടെ നിഹാരികയുണ്ട്. എന്റെ അമ്മാവന്റെ വീട്ടിൽ കാലുകുത്താനായി എന്റെ മനസ്സിലൊരു ഐഡിയ തോന്നുന്നുണ്ട്. എന്താ അത്? ഇതാ എന്റെ ഐഡിയ. ഇത്രയും വലിയൊരു കള്ളത്തരം കാണിച്ച് ആ വീട്ടിലേക്ക് കയറി ചെല്ലേണ്ട ആവശ്യമുണ്ടെന്നാണോ? കുരുക്ഷേത്ര യുദ്ധഭൂമിയില് ദ്രോണാചാര്യരെ വധിക്കുന്നതിനു വേണ്ടി ധർമ്മരാജൻ കള്ളത്തരം കാണിച്ചു. ബാലിയെ കൊല്ലാൻ വേണ്ടി രാമൻ മറഞ്ഞു നിന്നുകൊണ്ട് അമ്പെയ്തു. സത്യത്തിന്റെ വിജയത്തിനു വേണ്ടി കൃഷ്ണ പരമാത്മാവ് മായാജാലങ്ങൾ കാണിച്ചു. നല്ലത് നടക്കാൻ വേണ്ടി പുരാണ പുരുഷാരം കളവിനെ ധർമ്മമായി പ്രയോഗിച്ചു. അപ്പൊ പിന്നെ നമ്മൾ ചെയ്യുന്നതിൽ എന്താ തെറ്റ്? ഇപ്പോൾ ഞാൻ നടത്താൻ പോകുന്ന പോരാട്ടം അതെന്റെ താലിക്ക് വേണ്ടിയാ. എന്റെ അമ്മയുടെ ആ കുടുംബത്തെ ആ നിഹാരികയിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടിയാ. എന്റെ കൈ പിടിച്ചുകൊണ്ട് നിങ്ങളും എന്നോട് സഹകരിക്കണം. കണ്ണാലെ കാണാത്ത യുദ്ധം ആരംഭിക്കാം. എല്ലാവരും റെഡിയായോ? പെട്ടെന്ന് വരൂ. ചില്ലർക്കാരി അല്ലല്ലോ, വെറുതെ ഞങ്ങൾ എതി പെടുത്തി. അമ്മ ഇത് കേട്ട് വഴക്ക് പറയും. പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ദൈവത്തിന് മുന്നിൽ എങ്ങനെ നമസ്കരിക്കേണ്ടെന്ന് പഠിപ്പിച്ചു തരാം. ഞാൻ ചെയ്യുന്നത് ഫോളോ ചെയ്യണേ. ഇനി ഭാവങ്ങളും മുദ്രകളും പഠിപ്പിച്ചു തരാം. എന്നെ ഒബ്സർവ് ചെയ്തോളൂ. ഓക്കെ? ഇത് മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ ചെയ്യണം. Position. Start. Tay tay ti ti tay 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 ti ti tay. നീ എന്നെ അങ്ങ് കൊല്ലടി. മാറി നിക്ക അങ്ങോട്ട്. എന്തൊരു കുത്താടി നീ കുത്തിയത്. ഞാനെന്താ ഇത് മനഃപൂർവ്വം ചെയ്തതാണോ? കമോൺ കമോൺ. സ്റ്റാർട്ട് ചെയ്യ്.
ഏയ് കാല് ശരിയാക്ക്. തേയ് തേയ് ദി തി തേയ് 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 ദി തി തേയ് 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 ദി തി തേയ് 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 ദി തി തേയ്. അയ്യോ സോറി ചേച്ചി, സോറി, ഞാൻ അറിയാതെ ചവിട്ടിയതാ. എന്തോ അറിയാതെ ചെയ്ത പോലെ തോന്നിയില്ല, ദേഷ്യം കൊണ്ട് ചെയ്യുന്ന പോലെ ഉണ്ട്. അയ്യോ അങ്ങനൊന്നും പറയല്ലേ ചേച്ചി, സോറി. ആ റെഡി റെഡി. എന്താ ഇത്? തേയ് തേയ് ദി തി തേയ് 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 ദി തി തേയ് 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 ദി തി തേയ്. കുറെ നേരമായിട്ട് ഭൂകമ്പം വന്നതുപോലെ വീട് കിടന്ന് കുലുങ്ങുന്നുണ്ട്. ഇതാണോ കാര്യം? അങ്ങനെ അവസാനം വീട്ടിൽ സമയം കളയാനുള്ള ഒരു മാർഗം കിട്ടിയവർക്ക്. എന്താ നിങ്ങൾ എന്താ കളിയാക്കുവാണോ? അതല്ല ലാവണ്യ, ഫാറ്റ് കുറയുമെന്ന് പറഞ്ഞതാ. എടിയേ, ഒരു കസേര എടുത്ത് മാറ്റിവെക്കാൻ പറഞ്ഞ അയ്യോ കൈവേദന, അയ്യോ നടുവേദന എന്ന് പറയുന്നവള് ഈ പ്രായത്തിൽ ഡാൻസിന്റെ ആവശ്യമുണ്ടോ നിനക്ക്? ഞങ്ങൾക്ക് ഇത് ആവശ്യം ഉണ്ടായിട്ടല്ല. ഇത് കണ്ടോ, ഈ നിഹാരിക കാരണം ഞങ്ങൾ അമ്മയടുത്ത് പെട്ടുപോയതാ. ഇവിടെ നോക്കി, ശ്രദ്ധയോടെ കാര്യങ്ങൾ പഠിക്കുന്നവരെ ഡിസ്റ്റർബ് ചെയ്യരുത്. നിങ്ങൾക്ക് കാണണമെങ്കിൽ കണ്ടോളൂ, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് പൊയ്ക്കോളൂ. ഡിസ്റ്റർബ് ഒന്നും ചെയ്യാതെ കണ്ട് മാറി നിൽക്കാം മോളെ. ഓക്കെ, നിങ്ങൾ തുടങ്ങിക്കോ. പൊസിഷനിൽ കയറി നിൽക്ക്. തേയ് തേയ് ദി തി തേയ് 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 തേയ് അയ്യോ, എന്തൊരു നൃത്തം, എന്തൊരു ഭാവം, എന്തൊരു നൃത്തം, എന്തൊരു നാട്യം, സൂപ്പർ. അമ്മേ, അതെ നിഹാരിക, ഇന്ന് ഇത്രയൊക്കെ മതി മോളെ. അയ്യോ, അങ്ങനെ എനിക്ക് ലീവ് കിട്ടി. ഇവർക്ക് വേണ്ടി ഇങ്ങനത്തെ വീഡിയോസ് കണ്ട് ഞാൻ പഠിക്കേണ്ടി വരുന്നുണ്ട്. നാളെ സെക്കൻഡ് ലെസൺ, ഐ മീൻ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കിടക്കാം. ഓക്കെ? ഇനി എങ്ങനെ ഓക്കെ ആവാനാ? ഇനി ഒരാഴ്ച കട്ടിലിൽ തന്നെ ആയിരിക്കും. അതൊന്നും പറ്റില്ല. അമ്മ എന്നെ വഴക്ക് പറയും. നിങ്ങളും നാളെ തൊട്ട് യോഗ ചെയ്യണം. ആ, അയ്യോ അത് വേണ്ട മോളെ. ആ? ഏതെങ്കിലും ഒരു ആസനം തെറ്റിപ്പോയാ പെർമനന്റ് ആയിട്ട് ശവാസനമാ. നോ വേ. നിങ്ങളും റെഡിയായേ പറ്റൂ. ഇയാളുടെ ഓവർ ആക്ടിങ് നിർത്താനും ഇയാളെ ഒന്ന് പെടുത്താനും പറ്റിയില്ലെങ്കിൽ നമ്മൾ പെടും. അമ്മേ, ദേഹം മുഴുവൻ വേദനിക്കുന്നു. കുറച്ച് വെള്ളം ചൂടാക്കാൻ നോക്കാം. വാ, വാ. അമ്മേ. അയ്യോ. അയ്യോ, എപ്പോഴെങ്കിലും മേലിറങ്ങി പണിയെടുത്താലല്ലേ ഇതൊക്കെ മേല് പിടിക്കാൻ. ദിപ്പം നന്നായി, വളരെ നന്നായി, ഓക്കെ ആയി. ശ്രീകരേട്ടനെ വിളിക്കുന്നത്. ഹലോ. അച്ഛനും അമ്മയും അമ്പലത്തിൽ പോയതാ. നിങ്ങൾ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരൂ. താൻ പറഞ്ഞ പ്ലാൻ വർക്കൗട്ട് ചെയ്യാനുള്ള എല്ലാ പരിപാടിയും നോക്കിക്കോ. ശരി ഏട്ടാ. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഏട്ടാ. ബൈ. ബൈ. അവിടുത്തെ അമ്മയും അച്ഛനും അമ്പലത്തിലേക്ക് പോയതാണെന്ന്. നമുക്കും അങ്ങോട്ടേക്ക് പോവാൻ ചേച്ചി. നിന്റെ ജീവിതം ഇങ്ങനെ ഒരു നാടകമായിട്ട് മാറുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വേറെ വഴിയില്ലല്ലോ. വാ. എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത് അമ്പലത്തിലേക്ക് വന്ന് ദൈവദർശനം നടത്തിയില്ലെങ്കിൽ പിന്നെ ഒരു സ്വസ്ഥതയുണ്ടാവില്ല മനസ്സിന്. നിത്യദൈവദർശനം എപ്പോഴും നല്ലതല്ലേ? നിന്റെ കൂടെ നടന്നു നടന്ന് എനിക്കും ഇപ്പൊ ഭക്തി കൂടിയിട്ടുണ്ട്.
ചേച്ചി അച്ഛനും അമ്മയ്ക്കും ഒരു സംശയവും വരാത്ത രീതിയിൽ നോക്കണം. നിന്റെ വാഗൊണ്ട് ഇങ്ങനെ അവരെ അച്ഛൻ അമ്മ എന്നൊക്കെ വിളിക്കുമ്പോ ഈ വിളി എന്ന് ശാശ്വതമാകണേന്ന് തോന്നുവോ? ശരിക്കും അവരാ സ്ഥാനത്തുള്ളവരായതുകൊണ്ട് ഉറപ്പായിട്ടും ഇതെന്നും നിലനിൽക്കും ചേച്ചി. വരൂ. സുജാതേച്ചി